ആ ദിവസത്തിന് ശേഷം ബിയറിൻ്റെ ജീവിതത്തിൽ സമാധാനം എന്നൊന്നില്ലാതായി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ പോലും അവൻ്റെ മനസ്സിൽ മുഴുവൻ ഒരേ ഒരു ചിന്ത: ഇന്ന് വീട്ടിലെത്തുമ്പോൾ എന്തായിരിക്കും എന്നെ കാത്തിരിക്കുന്നത്. വൈകുന്നേരം അലൻ അവൻ്റെ അടുത്തേക്ക് വന്നു. മുഖത്ത് പതിവ് തമാശയൊന്നുമില്ല. ബിയർ, ഒരു കാര്യം പറയാനുണ്ട്. ഇരുവരും കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് അലൻ സംസാരിക്കാൻ തുടങ്ങിയത്. ആദ്യം നീ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷേ ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് നിക്കിയുടെ മാനസികാവസ്ഥ ശരിയല്ല. ബിയർ നിശബ്ദനായി കേട്ടിരുന്നു. അലൻ തുടർന്നു: പക്ഷെ ഒരു കാര്യം, അവൾ ഈ അവസ്ഥയിൽ നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവളെ ഒരിക്കലും ഉപയോഗിക്കരുത്. അവൾക്ക് ചികിത്സയാണ് വേണ്ടത്, പ്രണയമല്ല. ആ വാക്കുകൾ ബിയറിൻ്റെ മനസ്സിൽ തറച്ചു കയറി. കാരണം അവനും ഇപ്പോൾ അതുതന്നെയാണ് ആഗ്രഹിക്കുന്നത്. നിക്ക് പഴയ നിക്കായി തിരിച്ചു വരണം, അത്രമാത്രം. പിന്നീട് അലൻ വിഷയം മാറ്റി: ഇന്ന് രാത്രി എൻ്റെ വീട്ടിലൊരു ചെറിയ പാർട്ടിയുണ്ട്, നീ നിർബന്ധമായി വരണം. എനിക്ക് വരാൻ പറ്റില്ല, നിക്കി എന്നെ വിടില്ല, അവൻ പറഞ്ഞു. അലനെ ഇറക്കിവിട്ട ശേഷം ബിയർ കാറിൽ ഒറ്റയ്ക്കിരുന്നു. അപ്പോഴാണ് അവൻ്റെ കണ്ണ് ഡാഷ്ബോർഡിൽ കിടന്നിരുന്ന വൺ വിഷ് വില്ലയുടെ പാക്കറ്റിലേക്ക് പോയത്. ഒരു പ്രതീക്ഷയോടെ അവൻ അതിൽ എഴുതിയിരുന്ന കസ്റ്റമർ കെയർ സർവീസിലേക്ക് വിളിച്ചു. അല്പസമയത്തിന് ശേഷം മറുവശത്ത് ഫോൺ എടുത്തു. ബിയർ ഒട്ടും സമയം കളഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ വൺ വിഷ് വില്ല ഉപയോഗിച്ചു, പക്ഷേ ഇപ്പോൾ എനിക്ക് ആഗ്രഹം വേണ്ട. അത് ക്യാൻസൽ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ? മറുവശത്ത് നിന്നിരുന്ന ആൾ ശാന്തമായി മറുപടി പറഞ്ഞു: അത് സാധ്യമല്ല. ബിയർ വീണ്ടും അപേക്ഷിച്ചു: പ്ലീസ്, എൻ്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എന്നെ ഭ്രാന്തമായ രീതിയിൽ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എനിക്ക് പഴയ ജീവിതം തിരിച്ചു വേണം. അല്പനേരം നിശബ്ദത ശേഷം ആ മനുഷ്യൻ വളരെ തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു: ഒരിക്കൽ പറഞ്ഞ ആഗ്രഹം ഒരിക്കലും പിൻവലിക്കാൻ കഴിയില്ല. ആ മറുപടി കേട്ടപ്പോൾ ബിയറിൻ്റെ പ്രതീക്ഷ അവസാനിച്ചു. എന്നാലും അവൻ അവസാനമായി ഒരു ചോദ്യം ചോദിച്ചു: എങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയെങ്കിലുമുണ്ടോ? മറുവശത്ത് നിന്ന് വന്ന മറുപടി അവൻ്റെ രക്തം പോലും തണുപ്പിച്ചു: ഉണ്ട്. ആ വരം അവസാനിക്കണമെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞ ആളാണ് മരിക്കേണ്ടത്. ആ ഒരു വാചകം പറഞ്ഞ ശേഷം മറുവശത്തുണ്ടായിരുന്ന ആൾ ഫോൺ കട്ട് ചെയ്തു. സ്റ്റിയറിങ്ങിൽ കൈവച്ച് ബിയർ കുറച്ചു നേരം അനങ്ങാതിരുന്നു. അവൻ്റെ മനസ്സിൽ ഒരേ ഒരു വാചകം മാത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു: നീ മരിക്കണം. അവൻ മരിച്ചാൽ മാത്രമേ എനിക്ക് ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂ. ആ സത്യം അവൻ്റെ ഉള്ളിൽ പതിയെ ഭയമായി മാറി. അല്പസമയത്തിന് ശേഷം അവൻ വീട്ടിലേക്ക് മടങ്ങി. വീട്ടുവാതിൽ തുറന്നതും അവൻ്റെ കാലിൽ നേരത്തെ ഉറങ്ങിപ്പോയി. രാവിലെ ജോലിക്ക് പോകുമ്പോൾ വാതിലിനരികിൽ നിന്നുകൊണ്ട് ചിരിച്ച നിക്കയെ അവൻ കണ്ടിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായിട്ടും അതേ സ്ഥാനത്ത് അതേ ചിരിയോടെ അവൾ ഇപ്പോഴും നിൽക്കുകയാണ്. ഒരിഞ്ച് പോലും അനങ്ങിയിട്ടില്ല. വസ്ത്രങ്ങൾ മുഴുവൻ മലിനമായിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് അസഹ്യമായ ദുർഗന്ധം. എന്നിട്ടും അവളുടെ കണ്ണുകളിൽ സന്തോഷം മാത്രം. ബിയറിനെ കണ്ടതും അവൾ സന്തോഷത്തോടെ പറഞ്ഞു: നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ആ നിമിഷം ബിയറിൻ്റെ മനസ്സിൽ ഒരു കാര്യം ഉറപ്പായി: ഇത് പ്രണയമല്ല, ഇത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരു ഒബ്സഷനാണ്. അത് ഇനി ഓരോ ദിവസവും ഇവളിൽ കൂടുതൽ ഭീകരമാകാൻ പോകുന്നു. ആ ദിവസം മുതൽ ബിയറിൻ്റെ ജീവിതം ഒരു തടവറയായി മാറി. വീടിനുള്ള ഓരോ നിമിഷവും അവൻ ഭയത്തോടെയാണ് ജീവിച്ചത്. നിക്കിയുടെ കണ്ണുകളിൽ ഇപ്പോൾ പ്രണയമല്ല, സ്വന്തമാക്കാനുള്ള ഭ്രാന്താണ് നിറഞ്ഞിരുന്നത്. എന്നിട്ടും അവളെ ഉപേക്ഷിച്ച് പോകാൻ ബിയറിന് കഴിഞ്ഞില്ല. കാരണം ഇതിലെല്ലാം കാരണക്കാരൻ താനാണെന്ന് അവനറിയാമായിരുന്നു. അന്ന് രാത്രി ബിയർ നിക്കിയോട് പറഞ്ഞു: ഇന്ന് എനിക്കൊരു പാർട്ടിക്ക് പോകണം. അത് കേട്ടതും നിക്കി ചിരിച്ചു: ഞാനും വരാം. ബിയർ ഉടൻ തന്നെ തലകുലുക്കി: ഇല്ല, ഇത് ബോയ്സ് പാർട്ടിയാണ്. നിക്കിയുടെ മുഖം പെട്ടെന്ന് മാറി. അല്ല, അവിടെ സാറിയും വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. ആ ചോദ്യം കേട്ട് ബിയർ ഒന്ന് പതറി. അവൾക്ക് ഇങ്ങനെ അതറിയാം. സാറ വരുമെങ്കിൽ ഞാനും വരും. അവളുടെ ശബ്ദത്തിൽ വാശിയായിരുന്നു. ബിയർ എത്ര പറഞ്ഞിട്ടും അവൾ സമ്മതിച്ചില്ല. ഒടുവിൽ മറ്റൊരു വഴിയില്ലാതെ നിക്കിയും കൂട്ടി അവൻ പാർട്ടിയിലേക്ക് പുറപ്പെട്ടു. അവളോട് സംസാരിച്ചാലും ആരെ നോക്കിയാലും അവളുടെ കണ്ണുകൾ അത് പിന്തുടരുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ടേബിളിൻ്റെ മുകളിൽ കുറേ മരകഷ്ണങ്ങൾ, ഓരോരുത്തരും ഓരോന്നായി എടുക്കണം. അതിലെഴുതിയിരിക്കുന്ന കാര്യം ചെയ്യണം. ഗെയിം തുടങ്ങി. ആദ്യത്തെ കുറച്ച് ടേണുകൾ ചിരിയിലും തമാശയിലും കടന്നു. അല്പ സമയത്തിന് ശേഷം ബിയറിൻ്റെ ടേണെത്തി. അവനൊരു മരകഷ്ണം എടുത്തു. അതിലെഴുതിയിരുന്നത്: നിന്റെ വലതുവശത്തിരിക്കുന്ന ആളെ ചുംബിക്കുക. ബിയർ പതിയെ വലതുവശത്തേക്ക് നോക്കി. അവിടെ സാറ ഇരിക്കുകയായിരുന്നു. ഒരു നിമിഷം അവൻ്റെ മുഖം വിളറി. സാറയും ഒന്നും ഇടാതിരുന്നു. ഇരുവരുടെയും കണ്ണുകൾ ഒരേ സമയം നിക്കിയിലേക്ക് തിരിഞ്ഞു. അവൾ എന്തു ചെയ്യുമെന്ന ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പാർട്ടി മുഴുവൻ നിശബ്ദമായി. അടുത്ത നിമിഷം നിക്കി പതിയെ എഴുന്നേറ്റു. ഒന്നും മിണ്ടാതെ സാറയുടെ പിന്നിലേക്ക് നടന്നു. സാറയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. ആ നിശബ്ദതയിൽ ഓരോരുത്തരുടെയും ഹൃദയമിടിപ്പ് പോലും കേൾക്കാമായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് സംഭവിച്ചത്. നിക്കി സാറെ ആക്രമിച്ചില്ല. പകരം അവളുടെ കസാര പതിയെ പിന്നിലേക്ക് വലിച്ചു മാറ്റി. ശേഷം സ്വയം ബിയറിൻ്റെ വലതുവശത്ത് വന്നിരുന്നു. മുഖത്ത് അവിചിത്രമായ പുഞ്ചിരി. ഇപ്പോൾ നിന്റെ വലതുവശത്തിരിക്കുന്നത് ഞാനല്ലേ, അപ്പോൾ ചുംബിക്കൂ, അവൾ പറഞ്ഞു. ആ നിമിഷം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മുഖത്ത് ഒരേ ഭാവമായിരുന്നു: ഭയം, അസ്വസ്ഥത. ബിയറിന് വേറെ വഴിയില്ലായിരുന്നു. അവൻ പതിയെ നിക്കിയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ആ ചുംബനത്തിന് ശേഷം പാർട്ടി മുഴുവൻ കുറച്ചു നേരം നിശബ്ദമായി.
നിക്കിയുടെ മുഖത്ത് നിറഞ്ഞു നിന്നത് ഒരു വിചിത്രമായ വിജയത്തിൻ്റെ പുഞ്ചിരിയായിരുന്നു. എന്നാൽ ആ പുഞ്ചിരി അധികം നേരം നീണ്ടില്ല. അവൾ പെട്ടെന്ന് എല്ലാവരെയും നോക്കി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾക്കാർക്കും യഥാർത്ഥ പ്രണയം എന്താണെന്നറിയില്ല. ഒരാളെ ജീവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുക എന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ബിയറാണ്. അവൾ ഓരോ വാക്ക് പറയുമ്പോഴും ശബ്ദത്തിൽ ഒരു അസ്വാഭാവികത പ്രകടമായിരുന്നു. അതുവരെ കണ്ടിരുന്ന നിക്കിയല്ല, മറ്റാരോ സംസാരിക്കുന്നത് പോലെ. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖം പെട്ടെന്ന് മാറി. കണ്ണുകളിൽ ഭയം നിറഞ്ഞു. സ്വന്തം ശരീരത്തിന് മേൽ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരാളുടെ ഭാവം. ഇത് ഞാനല്ല, ഞാൻ ഇങ്ങനെയല്ല. ആരും എന്നെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്, അവൾ വിറച്ചുകൊണ്ട് നിലവിളിച്ചു പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാക്കുന്നതിന് മുമ്പേ ടേബിളിലുണ്ടായിരുന്നൊരു ഗ്ലാസ് ബോട്ടിൽ അവൾ കയ്യിലെടുത്തു. ഒരു നിമിഷം അത് നിലത്തേക്ക് ശക്തിയായി അടിച്ചു പൊട്ടിച്ചു. ചില്ലുകൾ നാലുപാടും ചിതറി തെറിച്ചു. എല്ലാവരും പേടിച്ച് പിന്നിലേക്ക് മാറി. ബിയർ അവളുടെ അടുത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷെ അതിനു മുമ്പേ പൊട്ടിയ ഗ്ലാസിൻ്റെ മൂർച്ചയുള്ള കഷ്ണം അവളെടുത്തു. ശേഷം യാതൊരു മടിയുമില്ലാതെ സ്വന്തം കണ്ണിലേക്ക് ആ ഗ്ലാസ് പലതവണ കുത്താൻ തുടങ്ങി. രക്തം മുഖമാകെ ഒഴുകി. അവിടെ കൂടിയിരുന്നവർ ഭയന്ന് നിലവിളിച്ചു. ചിലർ കണ്ണുകൾ പൊത്തി, ചിലർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ബിയർ മാത്രം അനങ്ങാതെ നിന്നു. കാരണം അവനിപ്പോൾ എല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. ഇത് നിക്കിയല്ല, ആ ശാപമാണ്. അത് പതിയെ അവളെ പൂർണ്ണമായി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം നിക്കി വീണ്ടും ശാന്തിയായി. മുഖത്ത് രക്തമൊഴുകിയാണ്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പക്ഷേ അവൾ അതൊന്നും അറിയാത്തതുപോലെ ചുറ്റും നോക്കി. എല്ലാവരും എന്നെ എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൾ ചോദിച്ചു. അവളുടെ മുഖത്ത് ആശയക്കുഴപ്പം മാത്രം. അല്പനിമിഷങ്ങൾക്ക് മുമ്പ് നടന്നതൊന്നും അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. ബിയർ ഉടനെ തന്നെ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവളുടെ വിചിത്രമായ പെരുമാറ്റം കണ്ട ഡോക്ടർമാർ പോലും അവളെ ചികിത്സിക്കാൻ മടിച്ചു. ഒടുവിൽ മറ്റൊരു വഴിയുമില്ലാതെ ബിയർ അവളെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. കാറിൻ്റെ പിൻസീറ്റിൽ രക്തം നിറഞ്ഞ മുഖവുമായി എനിക്ക് ശാന്തമായി ബിയറിൻ്റെ തോളിൽ തല ചായച്ചുറങ്ങുകയായിരുന്നു. അവളെ നോക്കിയപ്പോൾ ബിയറിൻ്റെ ഉള്ളിൽ സ്നേഹമല്ല, കുറ്റബോധമായിരുന്നു. ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ആ ചിന്ത അവനെ ഉള്ളിൽ നിന്ന് തകർത്തുകൊണ്ടിരുന്നു. വീട്ടിലെത്തിയ ശേഷം ബിയർ നിക്കിയെ സോഫയിലിരുത്തി ശാന്തമായി ചോദിച്ചു, നിക്കി, ഇന്ന് പാർട്ടിയിൽ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിക്കി തലകുലുക്കി. ഓർമ്മയുണ്ട്. എനിക്ക് സാറയെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ ദേഷ്യത്തിൽ ഞാൻ അറിയാതെ അങ്ങനെ ചെയ്തു പോയി. എന്നോട് ക്ഷമിക്കൂ ബിയർ. അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. പക്ഷേ ബിയർ അവളുടെ കൈകൾ പിടിച്ച് വളരെ ശാന്തമായി പറഞ്ഞു, നിക്കി, എന്നെ സ്നേഹിക്കുന്നവർ വേറെ ഉണ്ടായാലും എനിക്ക് സ്നേഹം നിന്നോടല്ലേ. പക്ഷേ ഇപ്പോൾ നീ ആ പഴയ നിക്കിയല്ല. നിന്നെ എനിക്ക് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ആ വാക്കുകൾ നിക്കിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അവളുടെ മുഖത്ത് പുഞ്ചിരി അപ്രത്യക്ഷമായി. പകരം ഒരിക്കലും അവസാനിക്കാത്ത സങ്കടം അവിടെ നിറഞ്ഞു. അത് അവരുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ഭീകര രാത്രിയിലേക്ക് നയിക്കാൻ പോകുന്നതിൻ്റെ തുടക്കമായിരുന്നു. ബിയറിൻ്റെ വാക്കുകൾ കേട്ടതോടെ നിക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് ആദ്യമായി തോന്നി. അവൾ ചോദിച്ചു, ബിയർ, ഞാൻ എന്താണ് ചെയ്യാനത്? നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ മാറാം. നിനക്കിഷ്ടമുള്ള ആളായി ഞാൻ ജീവിക്കാം. പക്ഷെ ദയവായി എന്നെ വിട്ടു പോകരുത്. അവൾ കരഞ്ഞുകൊണ്ട് ബിയറിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ബിയറിൻ്റെ മനസ്സും തകർന്നുപോയി. കാരണം അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ സ്നേഹിച്ച നിക്കിയുടെ ശരീരമായിരുന്നു. അവൻ പതിയെ അവളുടെ കൈകൾ പിടിച്ചു മാറ്റി. നിക്കി, എനിക്കിപ്പോൾ കുറച്ച് സമയം വേണം. നമ്മൾ രണ്ടുപേരും കുറച്ച് ദിവസം അകന്നു നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചിലപ്പോൾ എല്ലാം പഴയതുപോലെയാകും. ആ വാക്കുകൾ കേട്ടതും നിക്കിയുടെ മുഖം വിളറി. അവൾക്കത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അകന്നു നിൽക്കാനോ? എന്നിൽ നിന്ന് അവളുടെ ശബ്ദം പതിയെ പൊട്ടിക്കരച്ചിലായി മാറി. ബിയർ, നീ എന്നെ വെറുക്കാൻ തുടങ്ങിയോ? ഇല്ല, എനിക്ക് നീ ജീവനാണ്. പക്ഷേ ഇപ്പോൾ നീയല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബിയർ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. അവളൊരു വാക്കുപോലും പറയാതെ പതിയെ പിന്നിലേക്ക് നടന്നു. പക്ഷേ അത് ഒരു സാധാരണ നടത്തമായിരുന്നില്ല. ശരീരം മുന്നോട്ടല്ല, പിന്നോട്ട് പതിയെ വലിഞ്ഞു നീങ്ങുകയായിരുന്നു. ഇരുട്ടിൽ അവളുടെ കണ്ണുകൾ മാത്രമേ തിളങ്ങുന്നുണ്ടായിരുന്നു. പതിയെ അവളുടെ ചുണ്ടിൽ വീണ്ടും ആ വിചിത്രമായി ചിരി വിരിഞ്ഞു. ബിയർ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നീ പേടിക്കണ്ട. അവൾ പറഞ്ഞ ഓരോ വാക്കും ബിയറിൻ്റെ ഭയം വർദ്ധിപ്പിക്കുകയായിരുന്നു. അടുത്ത നിമിഷം അവൾ പെട്ടെന്ന് ബിയറിൻ്റെ നേരെ ഓടി വരാൻ തുടങ്ങി. ബിയർ പേടിച്ച് പിന്നിലേക്ക് മാറി. പക്ഷേ അവൻ്റെ അടുത്തെത്തുന്നതിന് തൊട്ട് മുമ്പ് നീക്കി നിന്നു. മുഖത്ത് വീണ്ടും അതേ ചിരി. കണ്ടോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അത് കണ്ട് ബിയറിൻ്റെ ശബ്ദം വിറച്ചു. പ്ലീസ്, റൂമിൽ പോയി കിടക്ക്. നമുക്ക് നാളെ സംസാരിക്കാം. കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്ന ശേഷം നിക്കി പതിയെ തിരിഞ്ഞ് ബെഡ്റൂമിലേക്ക് നടന്നു. വാതിലടഞ്ഞു. ബിയറിന് ചെറിയൊരു ആശ്വാസമായി. പക്ഷേ ആ ആശ്വാസം അധിക നേരം നീണ്ടില്ല. റൂമിനുള്ളിൽ നിന്ന് സാധനങ്ങൾ നിലത്ത് വീഴുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. കണ്ണാടികൾ പൊട്ടുന്ന ശബ്ദം, ഫർണിച്ചറുകൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം, ആരോ ഭ്രാന്തമായി എല്ലാം തല്ലി തകർക്കുന്നത് പോലെ. ബിയർ ഓടി ചെന്ന് വാതിൽ തുറന്നു. അകത്ത് നിക്കിയെല്ലാം വലിച്ചെറിഞ്ഞ് തകർക്കുകയായിരുന്നു. അവളെ ശാന്തമാക്കാൻ മറ്റൊരു വഴിയും അവനുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും അവളുടെ അരികിൽ ചെന്നിരുന്നു. പതിയെ അവളെ ചേർത്ത് പിടിച്ചു. അല്പസമയത്തിനകം ഒരു കുഞ്ഞിനെ പോലെ നിക്കി അവൻ്റെ നെഞ്ചിൽ തലചായച്ചുറങ്ങി. പക്ഷേ ആ രാത്രി മുഴുവൻ ഉറങ്ങാതെ കിടന്നത് ബിയറായിരുന്നു. അവളുടെ അരികിൽ കിടന്നിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകളിൽ ഉറക്കമല്ല, മരണഭയമായിരുന്നു. പുലർച്ചയോടെ അവൻ്റെ ഫോൺ പതുക്കെ വൈബ്രേറ്റ് ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ പേര് സാറ.
ബിയർ പതിയെ ഫോൺ എടുത്തു. മറുവശത്ത് സാറയുടെ ശബ്ദം. ബിയർ, എത്രയും പെട്ടെന്ന് വീടിന് പുറത്തേക്ക് വാ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ബിയർ നിക്കിയെ നോക്കി. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ വളരെ പതുക്കെ കട്ടിൽ നിന്ന് എണീറ്റു. എന്നിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു. അത് നിക്കിയുടേതായിരുന്നു. പക്ഷേ അവൾ ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഉറക്കത്തിൽ തന്നെ അവൾ പതുക്കെ പറയാൻ തുടങ്ങി. ബിയർ, നിനക്ക് കഴിയുമെങ്കിൽ എന്നെ ഒന്ന് കൊന്നു കളയുമോ? ബിയർ ഒറ്റ നിമിഷം നിശ്ചലമായി. അവൻ പതിയെ തിരിഞ്ഞു നോക്കി. നിക്കി കണ്ണടച്ച് തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അവളുടെ ചുണ്ടുകൾ ഇപ്പോഴും ചലിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നില്ല. ഞാനല്ല, ആരോ എന്നെക്കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുകയാണ്. അവൾ ഉണരുന്നതിന് മുമ്പ് ദയവായി എന്നെ കൊന്നു കളയും. ആ വാക്കുകൾ ബിയറിൻ്റെ ഹൃദയം കീറി മുറിച്ചു. ആദ്യമായി നിക്കിയുടെ യഥാർത്ഥ മനസ്സ് ആ ശാപത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്ന് അവന് വ്യക്തമായി. അവൾക്കെല്ലാം അറിയാം. പക്ഷേ സ്വന്തം ശരീരം പോലും നിയന്ത്രിക്കാൻ അവൾക്കാവുന്നില്ല. കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞെങ്കിലും ബിയർ ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു. വീടിന് പുറത്ത് സാറ കാത്തു നിൽക്കുകയായിരുന്നു. ബിയർ കാറിൽ കയറിയ ഉടൻ തന്നെ സാറ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്കിപ്പോൾ ഉറക്കമൊന്നും കിട്ടുന്നില്ലേ? അവൾ ചോദിച്ചു. ബിയർ മിണ്ടിയില്ല. സാറ് തുടർന്നു. നിക്കിയുടെ അവസ്ഥ ഞാൻ കണ്ടു. അവൾക്ക് ചികിത്സ ആവശ്യമാണ്. ഈ പ്രശ്നം നിന്റെ ചുമലിൽ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവൾ കുറച്ചു നേരം നിശബ്ദയായി. ശേഷം വർഷങ്ങളായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന സത്യം അവൾ തുറന്നു പറഞ്ഞു. ആ പാർട്ടിയിൽ നീ കൊടുക്കേണ്ടിയിരുന്ന ചുംബനം യഥാർത്ഥത്തിൽ എനിക്കായിരുന്നു. ബിയർ അവളെ അത്ഭുതത്തോടെ നോക്കി. സാറ ചെറുതായി പുഞ്ചിരിച്ചു. അതെ എന്ന ചിന്ത മാത്രം. അവൻ മറുപടി പറയാൻ ശ്രമിച്ച അതേ നിമിഷം കാറിൻ്റെ സൈഡ് ഗ്ലാസ് ഒറ്റയടിക്ക് തകർന്നു ചിതറി. സാറ് പോലും എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കും മുമ്പ് രക്തം പുരണ്ട കൈകൾ അകത്തേക്ക് നീണ്ടുവന്നു. അത് നിക്കിയായിരുന്നു. അവളുടെ കണ്ണുകളിൽ ഇനി മനുഷ്യൻ്റെ ഒരു ഭാവവും ഉണ്ടായിരുന്നില്ല. മൃഗീയമായ കോപം മാത്രം. അടുത്ത നിമിഷം സ്റ്റിയറിംഗ് ലോക്കിനരികിൽ കിടന്നിരുന്ന ഭാരമുള്ള കല്ല് അവൾ കയ്യിലെടുത്തു. സാറയുടെ തല അതിലേക്ക് അമർത്തി പിടിച്ചു. പിന്നെ ഒരിക്കൽ, രണ്ടു വട്ടം, വീണ്ടും 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 ഒരു ദയവുമില്ലാതെ അവളുടെ തല സ്റ്റിയറിംഗിലേക്ക് ഇടിച്ചുകൊണ്ടേയിരുന്നു. കാറിനുള്ളിൽ മുഴുവൻ രക്തം ചിതറി. ബിയർ ഷോക്കറ്റ് അനങ്ങാൻ പോലും കഴിയാതെ സീറ്റിൽ തന്നെയിരുന്നു. അവൻ്റെ മുന്നിൽ ഒരു ഭീകര ദുരന്തം ആരംഭിക്കുകയായിരുന്നു. എല്ലാം ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിച്ചു. നിക്കിയുടെ കണ്ണുകളിൽ കരുണയുടെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന ഭാരമുള്ള കല്ല് വീണ്ടും വീണ്ടും സാറയുടെ തലയിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. ഓരോ പ്രഹരത്തിനൊപ്പവും കാറിൻ്റെ ഗ്ലാസ്സിൽ രക്തം തെറിച്ചു വീണു. സാറയുടെ നിലവിളി അല്പസമയത്തേനും നിശബ്ദമായി. കാറിനുള്ളിൽ ബാക്കിയുണ്ടായിരുന്നത് രക്തത്തിൻ്റെ ഗന്ധവും മരണത്തിൻ്റെ നിശബ്ദതയും മാത്രം. ബിയറിന് അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൻ്റെ മുന്നിൽ താൻ സ്നേഹിച്ച പെൺകുട്ടി ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നു. അല്പനേരം കഴിഞ്ഞ് എനിക്ക് പതിയെ ബിയറുടെ അടുത്തേക്ക് നടന്നു വന്നു. അവളുടെ മുഖം മുഴുവൻ രക്തം. പക്ഷേ ആ ചുണ്ടുകളിൽ വീണ്ടും അതേ വിചിത്രമായ പുഞ്ചിരി. വളരെ ശാന്തമായ ശബ്ദത്തിൽ അവൾ പറഞ്ഞു, ബിയർ, നിന്നെ ഞാൻ ഒരിക്കലും ഉപദ്രവിക്കില്ല. പക്ഷേ ഇതിനെല്ലാം കാരണം നീയാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ബിയറിൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ മാഞ്ഞുപോയി. അതെ, അവൾ പറഞ്ഞത് സത്യമായിരുന്നു. ഇതെല്ലാം ആരംഭിച്ചത് തൻ്റെ ഒരു ആഗ്രഹത്തിൽ നിന്നായിരുന്നു. വൺ വിഷ് വില്ലോ. അവൻ നടത്തിയ ഒരൊറ്റ വിഷ് ഇപ്പോൾ ഓരോ ജീവനുകളും കവർന്നെടുക്കുകയാണ്. നിക്കി സാറയുടെ ജീവനറ്റ ശരീരത്തിലേക്ക് വിരൽ ചൂണ്ടി. ഇവിടെ വിട്ടാൽ എല്ലാവരും കണ്ടുപിടിക്കും. വാ, നമുക്ക് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബിയർ ആദ്യം ശക്തമായി തീർത്തു. ഇല്ല, ഇത് തെറ്റാണ്. പക്ഷേ നിക്കി അവനെ മാത്രം നോക്കി. ആ നോട്ടത്തിൽ സ്നേഹമല്ല, ഭീഷണിയായിരുന്നു. അവസാനം മറ്റൊരു വഴിയില്ലാതെ ബിയർ അവളെ സഹായിച്ചു. ഇരുവരും ചേർന്ന് സാറയുടെ മൃതദേഹം കാറിൻ്റെ പിൻസീറ്റിലേക്ക് മാറ്റി. ആ യാത്രയിൽ ഒരു വാക്കുപോലും ആരും സംസാരിച്ചില്ല. എഞ്ചിൻ്റെ ശബ്ദം മാത്രം മരണത്തിൻ്റെ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. സാറയുടെ മൃതദേഹം വീടിനുള്ളിൽ ഒളിപ്പിച്ച ശേഷം ഒന്നും പറയാതെ അവൻ വീടിന് പുറത്തേക്ക് ഓടി. നിക്കി പിന്നിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അവനതൊന്നും കേട്ടില്ല. കാർ നേരെ പോയി നിന്നത് ആ ദുരൂഹമായ കടയുടെ മുന്നിലായിരുന്നു. വൺ വിഷ് വില്ലോ വാങ്ങിയ അതേ കട. കടയ്ക്കുള്ളിലേക്ക് കയറിയ ബിയർ നടന്നതെല്ലാം ഒരു ഒറ്റ ശ്വാസത്തിൽ കടയുടമയോട് പറഞ്ഞു, എന്നെ രക്ഷിക്കണം. എനിക്ക് ശാപത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അവൾ ആളുകളെ കൊല്ലുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എല്ലാം കേട്ട ശേഷം കടയുടമ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ശേഷം ഒരു പുതിയ വൺ വിഷ് വില്ലോ എടുത്ത് ബിയറിൻ്റെ കയ്യിൽ കൊടുത്തു. ഇത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, പക്ഷേ മറ്റൊരാളെ കൊണ്ട് ഉപയോഗിപ്പിക്കാൻ കഴിയും. ബിയറിൻ്റെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. അതായത് നിന്റെ ജീവിതം പഴയതുപോലെ ആകണമെന്ന ആഗ്രഹം മറ്റൊരാൾ ഈ വില്ലോ ഉപയോഗിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ നിന്റെ ശാപം അവസാനിച്ചേക്കാം. ആ വാക്കുകൾ കേട്ടതും ബിയർ ഒരു നിമിഷം പോലും കളഞ്ഞില്ല. പ്രതീക്ഷയുമായി അവൻ നേരെ അലൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. കാരണം ഇനി തൻ്റെ ജീവനെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ അലനായിരുന്നു. ആശയക്കുഴപ്പവും ഭയവും നിറഞ്ഞ മനസ്സോടെ ബിയർ നേരെ അലൻ്റെ വീട്ടിലെത്തി. കാറിൽ നിന്നിറങ്ങിയ ഉടൻ അവൻ അലൻ്റെ കയ്യിൽ വൺ വിഷോ വില്ല കൊടുത്തു. എടാ, ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്യണം. ഈ വില്ല ഓടിച്ച് ഒരാഗ്രഹം പറയണം. അലനൊന്നും മനസ്സിലായില്ല. ഇതെന്താടാ, തമാശ പറയുകയാണോ? കാര്യം പറ. പക്ഷെ ബിയറിൻ്റെ മുഖം കണ്ടപ്പോൾ ഇത് തമാശയല്ലെന്ന് അവന് മനസ്സിലായി. ദയവായി എൻ്റെ ജീവിതം രക്ഷിക്കാൻ ഇനി നീ മാത്രമേ ഉള്ളൂ, ബിയർ അപേക്ഷിച്ചു. അലനൊടുവിൽ വില്ലോ കയ്യിലെടുത്തു. ശരി, എന്താണ് പറയേണ്ടത്? എൻ്റെ ജീവിതത്തിൽ നടന്നതെല്ലാം പഴയതുപോലെ ആകണമെന്ന് പറ. ആഗ്രഹിക്ക്.
ബിയർ പ്രതീക്ഷയോടെ പറഞ്ഞു. അലൻ ചെറിയൊരു ചിരിയോടെ വിലോയിലേക്ക് നോക്കി. പക്ഷേ അവനിപ്പോഴും ഇതെല്ലാം അന്ധവിശ്വാസം മാത്രമായിരുന്നു. ആദ്യം ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം. അങ്ങനെ പറഞ്ഞ് അവൻ കണ്ണടച്ചു. എനിക്കൊരു $1,000,000 കിട്ടട്ടെ. അടുത്ത നിമിഷം അവൻ വില്ല് ഓടിച്ചു. കൊമ്പൊടിഞ്ഞ് ശബ്ദം കേട്ടതും ആകാശത്ത് നിന്ന് എന്തോ മഴ പോലെ വീഴാൻ തുടങ്ങി. പച്ച നിറത്തിലുള്ള നോട്ടുകൾ, ഡോളർ കെട്ടുകൾ ഒന്നിന് പിന്നാലെ ഒന്നായി താഴേക്ക് പതിച്ചു. അലൻ നമ്പർ എന്ന് മുകളിലേക്ക് നോക്കി. ഇത് സത്യമാണോ? അവൻ വിറച്ച ശബ്ദത്തിൽ ചോദിച്ചു. ബിയറിൻ്റെ മുഖം വിളറി. കാരണം ആ നിമിഷം അവന് മനസ്സിലായി, അലനും തൻ്റെ ആഗ്രഹം പാഴാക്കിയിരിക്കുന്നു. ഒരാൾക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രം, അത് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയില്ല. ബിയർ തലയിൽ കൈവച്ചു. അവസാന പ്രതീക്ഷയും നഷ്ടമായിരുന്നു. മറ്റൊരു വഴിയുമില്ലാതെ അവൻ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിനുള്ളിൽ കയറിയതും അവൻ്റെ കാലുകൾ നിശ്ചലമായി. അവൻ്റെ മുന്നിൽ സാറയുടെ മൃതദേഹം ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്നു. പക്ഷേ അതൊരു മൃതദേഹം എന്നൊരു മനുഷ്യ മനസ്സിനെ തകർക്കുന്ന ഒരു ഭീകര കാഴ്ചയായിരുന്നു. അസൂയയുടെ ഭ്രാന്തിൽ നിക്കി സാറയുടെ മൃതദേഹത്തെ പോലും വികൃതമാക്കിയിരിക്കുന്നു. ഒരു നിമിഷം പോലും അതിലേക്ക് നോക്കി നിൽക്കാൻ ബിയറിന് കഴിഞ്ഞില്ല. അവൻ മുഖം തിരിച്ചു. അതേസമയം മുറിയുടെ ഇരുണ്ട കോണിൽ നിന്ന് ഒരു ലൈറ്ററിൻ്റെ ശബ്ദം. ഒരു സിഗരറ്റ് കത്തിച്ച് പുക പതിയെ മുകളിലേക്ക് ഉയർത്തി. ആ പുകയ്ക്കടിയിൽ നിന്ന് നിക്കി പതിയെ മുന്നോട്ട് നടന്നു വന്നു. ഒരു കയ്യിൽ സിഗരറ്റ്, മറ്റേ കയ്യിൽ ഒരു പിസ്റ്റൾ. അവളുടെ കണ്ണുകളിൽ ഇനി സ്നേഹമില്ല, ധൈര്യമില്ല. പിസ്റ്റൾ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ ബിയറിൻ്റെ മുന്നിലേക്ക് വന്നു നിന്നു. വളരെ ശാന്തമായി ചോദിച്ചു, ബിയർ, നിനക്കെന്നെ ഇഷ്ടമല്ലല്ലേ? അത് പറഞ്ഞ ഉടനെ പിസ്റ്റൾ അവൻ്റെ നേരെ ചൂണ്ടുമെന്ന് ബിയർ കരുതി. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. അവൾ പിസ്റ്റൾ താഴേക്കിട്ടു. അടുത്തുണ്ടായിരുന്ന ഇരുമ്പ് വസ്തു എടുത്ത് സ്വന്തം തലയിൽ പലതവണ അടിക്കാൻ തുടങ്ങി. നിനക്കെന്നെ ഇഷ്ടമില്ല, നീ എന്നെ വിട്ടുപോകും, എല്ലാം എൻ്റെ തെറ്റാണ്. ഓരോ പ്രഹരത്തിനൊപ്പവും അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. ബിയർ ഓടിച്ചെന്ന് അവളെ തടഞ്ഞു. മതി നിക്കി, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പ്ലീസ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ആ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം കൊണ്ട് അവൾ ശാന്തയായി. മുഖത്ത് വീണ്ടും മതി പുഞ്ചിരി. പിന്നീട് അവൾ പതിയെ ബിയറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അടുത്ത നിമിഷം അവൻ്റെ മുഖത്തേക്ക് ശക്തിയായി ഛർദ്ദിച്ചു. ബിയർ വെറുപ്പോടെ പിന്നിലേക്ക് മാറി. എന്നാൽ അവൾ വീണ്ടും ഒരു കുഞ്ഞിനെ പോലെ ചോദിച്ചു, നിനക്കെന്നെ ഇഷ്ടമാണല്ലേ? എങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നോട്ടെ. ആ നിമിഷം ബിയർ മനസ്സിലാക്കി, നിക്കിയുടെ ശരീരത്തിൽ ജീവിക്കുന്നത് പ്രണയമില്ല, അതൊരു ഭ്രാന്താണ്. നിക്കിയുടെ മുഖത്ത് ഒരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല. മറിച്ച് ഒരു കുഞ്ഞിനെ പോലെ അവൾ അവനെ നോക്കി ചിരിച്ചു. ബിയർ, ഞാൻ നിൻ്റെ അടുത്ത് വന്നിരുന്നോട്ടെ. ആ ചോദ്യത്തിന് പിന്നിൽ സ്നേഹമല്ല, ഭ്രാന്തമായ ഒരു ആശ്രയമായിരുന്നു. ബിയറിന് ഇനി അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരേ ഒരു തീരുമാനം മാത്രം, ഇതെല്ലാം അവസാനിപ്പിക്കണം. നിക്കി, ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം, അവൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചോ. എനിക്ക് സംശയത്തോടെ അവനെ നോക്കി. പക്ഷെ അവസാനം തലയാട്ടി, വേഗം വരണം. ബിയർ പതിയെ ബാത്റൂമിലേക്ക് നടന്നു. വാതിലടച്ചതും അവൻ ചുമരിൽ ചാരി നിന്നു. ശരീരം മുഴുവൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണാടിയിൽ സ്വന്തം മുഖം കണ്ടപ്പോൾ അവനെ തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ജീവിതം ഇങ്ങനെ തകർന്നു പോകുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. പതിയെ അവൻ്റെ കണ്ണ് സിങ്കിൻ്റെ അരികിലുണ്ടായിരുന്ന പിസ്റ്റളിലേക്ക് വീണു. നിക്കിയുടെ കയ്യിലുണ്ടായിരുന്ന അതേ പിസ്റ്റൾ. അവനത് കയ്യിലെടുത്തു. കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഫോൺ സംഭാഷണത്തിൽ കേട്ട വാക്കുകൾ വീണ്ടും മനസ്സിൽ മുഴങ്ങി. ആ വരം അവസാനിപ്പിക്കണമെങ്കിൽ ആ ആഗ്രഹം പറഞ്ഞാൽ മരിക്കണം. അതെ, താൻ മരിച്ചാൽ മാത്രം നിക്കി പഴയ നിക്കിയാകും. അതായിരുന്നു അവസാനത്തെ വഴി. ബിയർ പതിയെ പിസ്റ്റലിൻ്റെ വായ തൻ്റെ ബായ്ക്കുള്ളിലേക്ക് വെച്ചു. കണ്ണുകൾ അടച്ചു. വിരൽ ഡ്രഗിലേക്ക് അമർത്തി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അത് അമർത്താനുള്ള ധൈര്യം വന്നില്ല. മരിക്കാൻ അവന് കഴിഞ്ഞില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവസാന നിമിഷത്തിലും അവനെ തടഞ്ഞു. പിസ്റ്റൾ പതിയെ താഴെ വച്ച ശേഷം അവൻ്റെ കണ്ണ് മരുന്ന് കുപ്പിയിലേക്ക് പോയി. അതേ ഉറക്ക ഗുളികൾ. ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ട പൂച്ചകളുടെ ജീവനെടുത്ത അതേ ഗുളികൾ. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ കുപ്പി തുറന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി കൈ നിറയെ ഗുളികൾ വായിലേക്കിട്ടു. വെള്ളം പോലും കുടിക്കാതെ എല്ലാം വിഴുങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവൻ്റെ ശരീരം തളരാൻ തുടങ്ങി. ചുമരിൽ ചാരിയിരുന്ന് അവൻ പതിയെ നിലത്തേക്ക് ഊർന്നിരുന്നു. അതേസമയം ബാത്റൂമിന് പുറത്ത് നിക്കി വാതിലിൽ മുട്ടാൻ തുടങ്ങി. ബിയർ, വാതിൽ തുറക്കൂ. ആദ്യം പതുക്കെ, പിന്നീട് ഉറക്കെ. ബിയർ, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ദയവായി പുറത്തേക്ക് വാ. ആ കരച്ചിൽ, ആ നിലവിളി ബിയറിൻ്റെ ഹൃദയം കീറി മുറിക്കുകയായിരുന്നു. അത് കേട്ട നിമിഷം മരിക്കണമെന്ന തീരുമാനം പോലും അവനിൽ നിന്ന് അകന്നുപോയി. അവൾ ഇങ്ങനെയാണെങ്കിലും എന്നെ സ്നേഹിക്കുന്നത് സത്യമാണ്. ആ ചിന്ത അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. ഉടൻ തന്നെ അവൻ വായിൽ വിരലിട്ട് ശക്തിയെ ഛർദ്ദിക്കാൻ ശ്രമിച്ചു. കഴിച്ച ഗുളികൾ കഴിയുന്നത്ര പുറത്തേക്ക് വന്നു. ജീവൻ രക്ഷിക്കാനുള്ള അവസാന ശ്രമമായിരുന്നു അത്. ഒടുവിൽ വളരെ പ്രയാസപ്പെട്ട് അവൻ ബാത്റൂമിന് വാതിൽ തുറന്നു. പുറത്ത് കരഞ്ഞു തളർന്ന് നിക്കി നിൽക്കുകയായിരുന്നു. ബിയറിനെ കണ്ടതും അവൾ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കൈകൾ അവനിൽ സ്പർശിക്കുന്നതിന് മുമ്പേ ബിയറിൻ്റെ ശരീരം തളർന്നു. വായിൽ നിന്ന് ഒരേയും പതിയും പുറത്തേക്ക് വരാൻ തുടങ്ങി. അവൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ആ കാഴ്ച കണ്ട് എനിക്ക് ആദ്യമായി ശരിക്കും തകർന്നു. ബിയർ, എഴുന്നേൽക്ക്, അവൾ അവനെ കുലുക്കി. പക്ഷേ ബിയർ പ്രതികരിച്ചില്ല. ആ നിമിഷം നിക്കിക്ക് മനസ്സിലായി, തൻ്റെ ലോകം, തൻ്റെ ശ്വാസം, തൻ്റെ എല്ലാം ഇപ്പോൾ മരിക്കുകയാണ്.
അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എഴുന്നേൽക്ക് ബിയറെ, എന്നെ വിട്ടു പോകരുത്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അവൾ വീണ്ടും വീണ്ടും അവനെ ഉണർത്താൻ ശ്രമിച്ചു. അവൻ്റെ കവിളിൽ തട്ടി നെഞ്ചിൽ തലവെച്ച് ഹൃദയമിടിപ്പ് കേൾക്കാൻ ശ്രമിച്ചു. പക്ഷേ ഓരോ നിമിഷവും ബിയറിൻ്റെ ശ്വാസം കൂടുതൽ ദുർബലമായി. അവസാനം ഒരു ദീർഘശ്വാസമെടുത്ത് അവൻ നിശ്ചലനായി. ബിയർ മരിച്ചു. അതേ നിമിഷം തന്നെ മുറിക്കുള്ളിൽ എന്തോ അദൃശ്യമായ ശക്തി അപ്രത്യക്ഷമായതുപോലെ തോന്നി. നിക്കിയുടെ മുഖം മാറാൻ തുടങ്ങി. ഇതുവരെ അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്ന ആ ഭ്രാന്ത് പതിയെ ഇല്ലാതായി. നിക്കിയുടെ അവിചിത്രമായ പുഞ്ചിരിയും അപ്രത്യക്ഷമായി. ഒരു നിമിഷം അവൾ ചുറ്റും നോക്കി. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അവൾക്കൊന്നും മനസ്സിലായില്ല. അവളുടെ കയ്യിൽ കിടന്നിരുന്ന പിസ്റ്റൾ കണ്ടപ്പോൾ പോലും അവൾ ഞെട്ടിപ്പോയി. അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് അവളുടെ കണ്ണുകൾ പതിയെ നിലത്ത് കിടന്ന ബിയറിലേക്ക് നീങ്ങി. അവനെ കണ്ട നിമിഷം അവളുടെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ബിയർ അവളോട് ചെന്ന് അവൻ്റെ അരികിലിരുന്നു. അവൻ്റെ മുഖം കൈകളിലെടുത്തു. ബിയറെ, എന്തായത്? എഴുന്നേൽക്ക്. പക്ഷെ അവൻ്റെ ശരീരം തണുത്തുറഞ്ഞു തുടങ്ങിയിരുന്നു. അവൻ ഇനി ഒരിക്കലും തിരികെ വരില്ലെന്ന് ആ നിമിഷം നിക്കിക്ക് മനസ്സിലായി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ബിയറിൻ്റെ നെഞ്ചിലേക്ക് വീണു. അപ്പോഴാണ് തൊട്ടടുത്തുള്ള കസേരയിൽ ഇരിക്കുന്ന മറ്റൊരു രൂപം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. സാറയുടെ മൃതദേഹം ഭീകരമായി വികൃതമാക്കപ്പെട്ട അവസ്ഥയിൽ. ആ കാഴ്ച കണ്ട് എനിക്ക് ഭയം പിന്നിലേക്ക് നീങ്ങി. ഇതാരാണ് ചെയ്തത്? അവൾക്കൊന്നും ഓർമ്മയില്ല. സ്വന്തം കൈകളിലേക്കും രക്തം പുരണ്ട വസ്ത്രങ്ങളിലേക്കും അവൾ മാറി മാറി നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയം മാത്രം. അവൾ പതിയെ മനസ്സിലാക്കി, ഇതെല്ലാം ചെയ്തത് താൻ തന്നെയാണ്. പക്ഷേ എങ്ങനെ, എന്തിന്? ഒന്നിനും അവൾക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. അവൾ വീണ്ടും ബിയറിൻ്റെ അരികിലേക്ക് വീണു. അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ട് കരഞ്ഞു. ആ കരച്ചിൽ സ്നേഹമുണ്ടായിരുന്നു, പശ്ചാത്താപമുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനെന്ന് സഹായതയുണ്ടായിരുന്നു. ഇതിനിടയിൽ ബിയറിൻ്റെ ആഗ്രഹവും അവൻ ചോദിച്ച വരവും അവൻ്റെ മരണത്തോടെ പൂർണ്ണമായും അവസാനിച്ചിരുന്നു. വൺ വിഷ് വില്ലയുടെ ശക്തി ഇല്ലാതായി. പക്ഷേ അതിന് നൽകേണ്ടി വന്ന വില ഒരു ജീവൻ, ഒരു നിരപരാധിയുടെ ജീവിതം, ഒരു പ്രണയം, ഒരു സൗഹൃദം, എല്ലാം. അവസാനമായി ക്യാമറ പതിയെ പിന്നിലേക്ക് നീങ്ങുന്നു. തറയിൽ മരിച്ചു കിടക്കുന്ന ബിയർ, അവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിക്കി, തൊട്ടടുത്ത് സാറിയുടെ ജീവനറ്റ ശരീരം. ഒരൊറ്റ ആഗ്രഹം, 3 ജീവിതങ്ങളെ തകർത്ത നിശബ്ദമായ മുറി. അങ്ങനെ ഹൃദയം നൽകുന്ന നിക്കിയുടെ ആ കരച്ചിലോടെ ഒബ്സെഷൻ അവസാനിക്കുന്നു. ഈ സിനിമ പറയുന്നത് ഒരു പ്രണയകഥയല്ല, പ്രണയവും ഒബ്സെഷനും തമ്മിലുള്ള വളരെ നേർത്ത അതിർത്തിയെക്കുറിച്ചാണ്. സ്നേഹം ഒരാളെ സ്വതന്ത്രനാക്കും, പക്ഷേ ഒബ്സെഷൻ ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി എല്ലാം നശിപ്പിക്കും. ബിയർ ആഗ്രഹിച്ചത് നിക്കി തന്നെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്നാണ്. ആ ആഗ്രഹം യാഥാർത്ഥ്യമായി. പക്ഷേ പ്രകൃതി നൽകുന്ന ഓരോ വരത്തിലും ഒരു വിലയുണ്ട്. ആ വില അവൻ സ്വന്തം ജീവൻ കൊണ്ടാണ് നൽകിയത്. അവസാനം അവൻ മരിച്ചു. നിക്കിക്ക് ബോധം തിരികെ കിട്ടി. പക്ഷേ അവനില്ലാത്ത ലോകത്തിൽ ആ ബോധത്തിന് യാതൊരു അർത്ഥവും ഉണ്ടായിരുന്നില്ല. അതാണ് ഒബ്സെഷൻ എന്ന സിനിമയുടെ ഏറ്റവും വേദനിപ്പിക്കുന്ന വശം. ഒരു കാര്യം മാത്രം ചോദിച്ചിട്ട് ഞാൻ ഈ കഥ അവസാനിപ്പിക്കാം. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ വിട്ടുപോകുന്ന പേടിയുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ബന്ധിയാക്കാൻ ശ്രമിക്കുമോ, അതോ അവർക്കിഷ്ടമുള്ള ജീവൻ ജീവിക്കാൻ സമ്മതിക്കുമോ? കാരണം പ്രണയം ഒരിക്കലും ഒരാളെ സ്വന്തമാക്കുന്നതല്ല, അവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നതാണ് യഥാർത്ഥ പ്രണയം. ആ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന നിമിഷം പ്രണയം അവസാനിക്കും. അവിടെ തുടങ്ങുന്നത് ഒബ്സെഷൻ ആണ്. ഒബ്സെഷൻ.